മലയാളി ക്രിക്കറ്റ് പ്രേമികൾ വീണ്ടും സഞ്ജു സാംസണിന് വേണ്ടിയുള്ള മുറവിളിയിലാണ്. ആലോചിക്കണം, ഒരു ലോകകപ്പ് നേടിയ നായകനും ആ ലോകകപ്പിലെ ഹീറോ ആയിരുന്ന കളിക്കാരനും 4 മാസത്തിന് ശേഷം ആ ഇന്ത്യയുടെ ടീമിൽ നിന്ന് തന്നെ ഔട്ടായിരിക്കുക. അതായത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലോകകപ്പ് നേടിയ ക്യാപ്റ്റൻ അടുത്ത ടീമിൽ ഇല്ലാതെ പോകുന്നത്. ഇന്ത്യയിലൊന്നല്ല, എല്ലായിടത്തും. അല്ലെങ്കിൽ വിരമിച്ചു പോകണം. അതെ, താരങ്ങൾ പലപ്പോഴും ലോകകപ്പ് കിട്ടുമ്പം മതിയാക്കി പോകും പല ക്യാപ്റ്റന്മാർ. അങ്ങനെ ചിലർക്കെല്ലാം പോയിട്ടുണ്ട് എന്നുള്ളതല്ല. ഒരു ലോകകപ്പ് നേടിയ ടീമിന്റെ ക്യാപ്റ്റന് അടുത്ത ടൂർണമെന്റിൽ മാറ്റുക എന്ന് പറയുന്നത് അതൊരു അങ്ങനെ സംഭവിക്കാത്തതാണ്. ഇപ്പം ലോകകപ്പിന് മുമ്പ് തന്നെ സൂര്യകുമാർ യാദവ് ഫോമിലല്ലായിരുന്നു. എന്നിട്ടും സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലാണ് ലോകകപ്പ് നേടിയത്. അപ്പം ആ ലോകകപ്പ് ക്യാപ്റ്റന് കുറച്ചും കൂടെ ഒരു പരിഗണന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പുറത്താക്കാതെ, അല്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്കറിയാം പണ്ട് പല പ്രമുഖ താരങ്ങളും ഫോം ഔട്ടൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം കപിൽ ദേവ് പോലും അവസാന കളികളിലൊക്കെ ഫോം ഔട്ടൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ഒരു എക്സിറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ കരുതലോടെയാണ് അത്തരം താരങ്ങൾക്ക്. ഇപ്പോൾ രോഹിത് ശർമ്മ ആയാലും വിരാട് കോഹ്ലി ആയാലും, വിരാട് കോഹ്ലിയൊക്കെ നമ്മൾ ടീമിൽ നിന്ന് പുറത്ത് അവർ തിരിച്ചു വന്നതാണ്. അതേപോലെ സൂര്യകുമാർ യാദവും വരുമായിരിക്കാം. പക്ഷെ ലോകകപ്പ് നേടിയ ക്യാപ്റ്റൻ അടുത്ത മാച്ചിൽ ഒരു കളിക്കാരനായിട്ട് പോലും അദ്ദേഹം ടീമിലില്ല എന്നുള്ളത് അത്ഭുതമാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2024 ലോകകപ്പ് നേടിയപ്പോഴാണ് കോഹ്ലി, രോഹിത്, ജഡേജ അടക്കമുള്ള താരങ്ങൾ 2020 നിന്നും വിരമിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഈ 2 വർഷം സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ കളിച്ചത്. എല്ലാ പരമ്പരയും നേടിയിട്ടുണ്ട്. മിക്കവാറും മത്സരങ്ങൾ ജയിക്കുക, എല്ലാ മത്സരങ്ങളും ജയിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു മത്സരമോ 2 മത്സരമോ തോറ്റിട്ടുണ്ടെന്നല്ല, ബാക്കിയെല്ലാം ജയിക്കുകയും ചെയ്തു. ഈവൻ വേൾഡ് കപ്പിലാണെങ്കിൽ പോലും 2020 വേൾഡ് കപ്പിലാണെങ്കിൽ പോലും ആദ്യമൊക്കെ ഒരു ടീം ഒന്ന് സെറ്റാകാൻ വന്നെങ്കിലും എന്നാൽ അവസാനം വന്ന നിർണായകമായ കളികളിലെല്ലാം ഇവർ ജയിക്കാൻ ഒരു പ്രധാന കാരണമുണ്ട്. ഇന്നലെ മുഹമ്മദ് കൈഫ് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. എന്താണ്, ഇപ്പൊ ദുർബലരായ അയർലൻഡിൽ പോയി 2-0 തോറ്റു. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ആദ്യ കളി വെള്ളം കൊണ്ടുപോയി, മഴ കൊണ്ടുപോയി. രണ്ടാമത്തെ കളിയിൽ തോറ്റുപോയി. എന്താണ് ഇന്ത്യക്ക് പറ്റിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇടംകയ്യന്മാരുടെ ആധിക്യമാണ്. ഇടംകയ്യന്മാരെ ആധിക്യം ഈ ടോപ്പ് ഓർഡറിൽ ആകെ ഒറ്റ വലങ്കയ്യനേ ഉള്ളൂ. ഇപ്പൊ കളിക്കുന്നതിൽ ഒരു വലങ്കയ്യനേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇടംകയ്യന്മാരാണ്. അപ്പം അങ്ങനെയുള്ള സമയത്താണ് ഒരു വലങ്കയ്യനായിട്ടുള്ള ഒരു വലങ്കൈ ഇടങ്കൈ ഓപ്പണറെ വരേണ്ട സ്ഥാനത്താണ് ഇടംകയ്യന്മാർ തന്നെ ഓപ്പണറായിട്ട്. ഇത് തന്നെയാണ് നമുക്ക് വേൾഡ് കപ്പിൽ സംഭവിച്ചത്. ആദ്യത്തെ ഒരു കളി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് സഞ്ജുവിനെ മാറ്റി നിർത്തിയിട്ട് പിന്നെ ഇഷാൻ കിഷനാണ് ഓപ്പൺ ചെയ്തത്. ഒറ്റ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് പോലും അത് വിജയകരമായില്ല. അങ്ങനെയാണ് ഇഷാനെ മാറ്റിക്കൊണ്ട് പിന്നീട് വീണ്ടും സഞ്ജുവിനെ എടുത്ത് സഞ്ജു അവിടെ നിന്ന് ആ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ ടീം ഒരു ഇതിലേക്ക് വന്നത്. ഇപ്പൊ ഇവിടെ ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇംഗ്ലണ്ടിൽ ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂര്യകുമാർ യാദവ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ, അദ്ദേഹം ഫോം ഔട്ട് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സാധനം മറ്റുള്ള പ്ലെയേഴ്സിനെ പ്രചോദിപ്പിക്കാനും അവരെ ഫോമിലേക്ക് കൊണ്ടുവരാനും അവരെ വിശ്വാസത്തിലെടുക്കാനും എല്ലാം കഴിയുമായിരുന്നു. ഈ സഞ്ജു എന്ന് പറഞ്ഞ താരത്തിന് അത് പലപ്പോഴും ഗുണകരമായി മാറിയിട്ടുണ്ട്. അദ്ദേഹം കൊടുക്കുന്ന സീനിയർ ആയിരിക്കും, സൂര്യകുമാർ യാദവിനേക്കാൾ സീനിയറാണ് സഞ്ജു എങ്കിലും സഞ്ജുവിനെ ഒരു പരിഗണന കൊടുത്ത്, അല്ലെങ്കിൽ സഞ്ജുവിനെ കൊണ്ട് അത് കഴിയും, സഞ്ജുവിനെ കഴിയുള്ളൂ എന്ന തരത്തിൽ സഞ്ജുവിനെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇപ്പം ഈ കോച്ച് അറിയാലോ, നമ്മുടെ ഗൗതം ഗംഭീറാണ്. ഗൗതം ഗംഭീർ എന്ന് പറയുന്ന കോച്ച് തന്നെയാണ് ഇന്ത്യയെ 3 ഫോർമാറ്റിലും കോച്ച് ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് 3 ഫോർമാറ്റിനും ഒരു ക്യാപ്റ്റൻ പോരെ എന്നുള്ളതാണ് അതിലൊരു പ്രസക്തമായ ചോദ്യം. ഇപ്പൊ തന്നെ സൂര്യകുമാർ യാദവ് അല്ല, ഞാൻ പറഞ്ഞ ശുഭ്മാൻ ഗില്ലിന് വേണമെങ്കിൽ എല്ലാ ഫോർമാറ്റിലും കളിക്കാൻ പറ്റും. ഇവര് ഗില്ലിനെ പോലും കഴിഞ്ഞിട്ടാണ് വേറൊരു ടീം ഉണ്ടാക്കുന്നത്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ തന്നെ ഈ അയർലൻഡ്, ഇംഗ്ലണ്ട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലെ പിച്ചുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും തീർത്തും വിഭിന്നമാണ്. അവിടെ ബോൾ സ്വിങ് ചെയ്യും, അവിടെ ബോളിന്റെ വേഗതയിൽ പ്രശ്നമുണ്ട്, അവിടെ സ്വിംഗ് ബോളേഴ്സിനെ വളരെ കരുതലോടെ ബാറ്റ് ചെയ്യണം. പക്ഷെ ഇന്ത്യയിൽ അത് വേണ്ട. ഇന്ത്യയിൽ കട്ട പിച്ചാണ്, ബോൾ പെട്ടെന്ന് ബാറ്റ് ചെയ്ത് അടിച്ച് അങ്ങനെ നമുക്ക് റൺസ് നേടാം. അപ്പം ഈ ഇംഗ്ലണ്ടിലെ അയർലൻഡിലേക്ക് സാഹചര്യങ്ങളിൽ ഒരു നല്ല ടെക്നിക്കലി കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയ ഒരു ബാറ്റ്സ്മാൻ എപ്പോഴും നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ബാറ്റിംഗ് ഓർഡറിൽ ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ അതിജീവിക്കാൻ പറ്റൂ അവരെ. പക്ഷെ ഇത്തരം ആളുകളൊന്നും നമ്മളെ ടീമിൽ ഇപ്പം ഇല്ല. എല്ലാവരും അടിച്ചു കളിക്കുന്നതാണ്. ഒരുപക്ഷെ ശ്രേയസ് അയ്യറിന് മാത്രമാണ് കുറച്ച് ടെക്നിക്കൽ എബിലിറ്റി ഉള്ളത്. പക്ഷെ അദ്ദേഹവും അടിച്ചു കളിക്കുന്ന വിട്ട് അത് ഒരു ഘട്ടത്തിൽ അല്ലാതെ ചിന്തിക്കുന്ന ഒരു പ്ലെയർ അല്ല. അപ്പം എന്തുകൊണ്ട് ശുഭ്മാൻ ഗില്ലിനെ ഉൾപ്പെടുത്തി ഈ ടീമിനെ ശക്തിപ്പെടുത്തി അദ്ദേഹത്തെ തന്നെ ക്യാപ്റ്റനാക്കി, അദ്ദേഹത്തെ തന്നെ ഏകദിനത്തിന്റെ, അദ്ദേഹത്തിന് ടെസ്റ്റ് ടീമിന്റെ എല്ലാം ക്യാപ്റ്റനാക്കി. എപ്പോഴും നായകൻ എന്ന് പറയുന്ന ഇന്ത്യൻ ടീമിന് ഒരാൾ മതി. അങ്ങനെ വരുമ്പോഴേ ടീം കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉണ്ടാവും. ഇത് പല ടീമിലെ നായകന്മാർ, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കോച്ചിനെ മാറ്റുന്നില്ല. കോച്ചിനെ മാറ്റാത്ത എന്തുകൊണ്ടാ? അയാൾ വന്നിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെസ്റ്റ് പരമ്പര ഇന്ത്യ തോക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ മാറ്റേണ്ടതാണ്. പക്ഷെ ഇയാൾ ഇപ്പൊ പിടിച്ചു നിൽക്കുന്ന ഈ ഒരു 2020 വേൾഡ് കപ്പ് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ 2020 ടീമിന് മാത്രമായിട്ട് അതെ, ഇപ്പൊ പറഞ്ഞാൽ ഇവിടെ VVS ലക്ഷ്മണ പോലെയുള്ള മികച്ച കോച്ചുമാരുണ്ട്.
എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സിനും അറിയാവുന്ന എപ്പോഴും ഈ ഞാൻ എപ്പോഴും പറയാം, നമ്മൾ സൗരവ് ഗാംഗുലിയുടെ കാലത്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് വല്ലാത്ത രീതിയിലേക്ക് വളരാൻ തുടങ്ങുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ടീമിൽ 4 വൻമരങ്ങളുണ്ടായിരുന്നു. സച്ചിൻ തെണ്ടുൽക്കർ, ഗാംഗുലി, ദ്രാവിഡ്, പിന്നെ ലക്ഷ്മൺ. ഈ 4 പേരും വേണമെങ്കിൽ വലിയ ഈഗോ ഇസ്റ്റുകളായി നിൽക്കേണ്ട ആളുകളാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. കാര്യം ഈ ഗാംഗുലി എന്ന ക്യാപ്റ്റൻ തൻ്റെ ശത്രുക്കളാണെന്ന് മറ്റുള്ളവർ പറയുന്നവരെ അവരുടെ പ്രതിഭ അനുസരിച്ച് അദ്ദേഹം അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും അവരെ പൊസിഷൻ ചെയ്യുകയും ചെയ്തതിന്റെ ഫലമാണ് ആ ടീം ഇന്നും ആ ടീം തന്നെ കിരീടമൊന്നും നേടിയിട്ടില്ലെങ്കിൽ ആ ടീം തന്നെയാണ് ഏറ്റവും വലിയ ബെസ്റ്റ് ടീം. കാര്യം ഓസ്ട്രേലിയയെ നമ്മൾ ടെസ്റ്റിൽ കണ്ടതാണ്. ഫസ്റ്റ് ഇന്നിംഗ്സിൽ ലീഡ് ഫോളോ ഓൺ ചെയ്തതിന് ശേഷം ജയിക്കുന്ന ലക്ഷ്മൺ, അതൊക്കെ ഒരു ഗാംഗുലിക്ക് മാത്രം. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ടീമിനെ ഇപ്പൊ സേവാഗിന് വേണ്ടി ഗാംഗുലി ബാക്കിലോട്ട് ഇറങ്ങുന്നു. അപ്പം അങ്ങനെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ഒരു കോച്ച്, ഇവര് ഗാംഗുലിയും കോച്ചും തമ്മിലുള്ള ബന്ധം വഷളാവുമ്പോഴാണ് വീണ്ടും ടീമിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഈ ഘട്ടത്തിലും നല്ല വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്യാപ്റ്റനെയാണ് ഇപ്പൊ ആവശ്യം. അത് ഈ ക്യാപ്റ്റനാണ്. ഇതിപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. സഞ്ജു ഒരു മികച്ച ക്യാപ്റ്റനാണ്, നല്ലൊരു ക്യാപ്റ്റനാണ്. അതിനേക്കാൾ മികച്ച ക്യാപ്റ്റനാണ് രജത് പട്ടീദാർ. അയാളാണ് ശരിക്കും RCBക്ക് 2 തവണ, ഒരു തവണത്തെ ആണ് ഫ്ലൂക്കാന്ന് പറയാം, രണ്ടാമത്തെ തവണ അയാൾ മികച്ച ബാറ്റ്സ്മാനാണ്. അത് അയാളുടെ കളികൾക്ക് എന്ത് മാറ്റം വന്നു നമ്മൾ IPL ശ്രദ്ധിച്ചറിയാം. അയാൾ നിന്ന് അടിക്കേണ്ടത് അയാൾ നിന്ന് അടിച്ചിരിക്കുന്നു കൃത്യമായിട്ട്. ശ്രേയസ് അയ്യർ ഒരു മോശം ക്യാപ്റ്റൻ ആണെന്നല്ല, പക്ഷെ ശ്രേയസ് അയ്യറൊക്കെ ഒരു പ്രശ്നം ആദ്യ 4 കളി ജയിച്ചാൽ പിന്നെ അടുത്ത 10 കളിയും തോക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ശ്രേയസ് അയ്യരെ ഒരു ക്യാപ്റ്റൻ ആക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ. ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ അല്ല ശ്രേയസ് അയ്യർ. എന്തിന്? അയാൾ 2020 കളിച്ചിട്ട് പോലും ഇല്ല. ഇന്ത്യക്ക് വേണ്ടി എത്ര 2020 അയാൾ കളിച്ചു? ഇത് പണ്ട് ലീ ജർമ്മൻ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്ന് നേരിട്ട് ന്യൂസിലാൻഡ് ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആക്കിയ ഒരു സംഭവം. അതുപോലെ ഇയാളെ നേരെ കൊണ്ടുവരാൻ. അപ്പൊ ശരിക്കും ആരാണ് ഇയാള്? ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിൽ ഏറ്റവും ജൂനിയർ ആണ് ശ്രേയസ് അയ്യർ സത്യം പറഞ്ഞാൽ, അല്ലെ? അതായത് അടിമയായ ക്യാപ്റ്റനെയാണ് കോച്ചിന് വേണ്ടത്. അതെ, അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞു നിൽക്കുന്ന, എന്നോട് പറഞ്ഞാ കേൾക്കുന്ന ക്യാപ്റ്റന്മാരെ കോച്ച് നിയമിക്കുക. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ഗാംഗുലിയെ പോലുള്ള ധോണിയെ പോലുള്ള കോച്ചിനെ ചോദ്യം ചെയ്യുന്ന ക്യാപ്റ്റന്മാര് വേണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സൂര്യകുമാർ യാദവ് നയപരമായ ഒരു ക്യാപ്റ്റനായിരുന്നു. ആരെയും മണക്കാതെ ഒരു തന്ത്രത്തിൽ അങ്ങനെ കൊണ്ടുപോകായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ക്യാപ്റ്റൻ വേണം. കളിക്കാരെ കോൺഫിഡൻസ് എടുക്കുന്ന, കോച്ചിന് അപ്പുറത്തേക്ക് ടീമിനെ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അതായത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫീൽഡിലെ ക്യാപ്റ്റന്റെ ഗെയിമാണ്. അവിടെ കോച്ചിന്, ഫുട്ബോളിൽ കോച്ചിന്റെ ഗെയിമാണ്. കാര്യം കോച്ചിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്യാം. പക്ഷെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റന്റെ ഗെയിമാണ്. അപ്പം മികച്ച ക്യാപ്റ്റൻ ഇല്ലെങ്കിൽ നമ്മൾ തോറ്റു. ഇതിപ്പോ നമ്മൾ സഞ്ജുവിലേക്ക് വന്നാൽ, സഞ്ജുവിനേക്കായി ഫ്ലോപ്പായ ബാറ്റ്സ്മാൻമാർ ഇന്ത്യൻ ടീമിൽ ഇപ്പം നിലവിലുണ്ട്. തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, പുള്ളി എന്നേ പുറത്താക്കേണ്ടതാണ്. ഇപ്പൊ സഞ്ജുവിന്റെ 4 കളിയിൽ ഇവര് പുറത്താക്കിയെങ്കിൽ സൂര്യകുമാർ യാദവ് എന്നേ ടീമിൽ 10-20 കളി അയാൾ കൊടുത്തില്ല. അതിനിടയ്ക്ക് ഒരു 65 റൺസ് മാത്രമേ പുള്ളിയാണ്. ഇതിപ്പോ എന്താണെന്ന് ചോദിച്ചാൽ തന്നെ ലോകകപ്പില് വലിയ പരാജയമായിരുന്നു നമ്മുടെ മറ്റേ ഓപ്പണർ അഭിഷേക് ശർമ്മ. ഇപ്പോഴും കളിക്കുന്നില്ല. അതെ, അതാണ് ഇത്രയും വലിയ കളി കളിച്ചിട്ടും സഞ്ജുവിന് ഈ ടീമിൽ ഒരു പൊസിഷൻ ഉറപ്പല്ല എന്ന് വരുമ്പോ അത് അയാളുടെ കളിയെ ബാധിക്കുമല്ലോ. സഞ്ജു എന്ന് പറഞ്ഞാൽ തന്നെ 13ാമത്തെ വയസ്സിൽ തന്നെ ക്രിക്കറ്റ് കളി തുടങ്ങിയതാണ്. ഇപ്പം നമ്മളെ സഞ്ജു മാറിക്കൊടുത്ത അദ്ദേഹത്തിന്റെ ഈ പ്രായത്തിൽ തന്നെ ഇന്ത്യ കളിക്കാൻ പോലും ടാലന്റ് ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ച ആളാണ്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. വളരെ ഫൈറ്റ് ചെയ്ത് തന്നെ ഇന്ത്യൻ ടീമിലേക്ക് എത്തേണ്ടി വന്നു. അതിന് IPL എന്ന് പറയുന്ന വേദി ഉള്ളത് കൊണ്ട് മാത്രമാണ് സഞ്ജുവിന് കളിക്കാൻ പറ്റിയത്. പിന്നെ സഞ്ജുവിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. സഞ്ജുവിന് വേണ്ടി സംസാരിച്ച ശ്രീശാന്ത് കഴിഞ്ഞവണ KPL അവർ അപ്പം തന്നെ പുറത്താക്കി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സഞ്ജുവിന് വേണ്ടി സംസാരിച്ച ശ്രീശാന്തിനെ പുറത്താക്കി. എന്നിട്ടിപ്പോ ശ്രീശാന്തിനെ അവർ വിലക്കൊക്കെ മാറ്റി മാപ്പൊക്കെ എഴുതി കൊടുത്ത് തിരിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അതാണ് അവസ്ഥ. അപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പോലും ഈ അനീതിക്കെതിരെ വേറൊരു അസോസിയേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ലോകകപ്പൊക്കെ കിട്ടിയ ഒരാളെ ടീമിൽ നിന്ന് പുറത്താക്കി വല്ലാത്ത ഒരു അവസാനമാണ്. പക്ഷെ ഇപ്പൊ ഒരു പുതിയ വിശദീകരണം വന്നിരിക്കുന്നത് സഞ്ജുവിന് ഫിറ്റ്നസ് ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം മാറി നിൽക്കുക, സ്വയം മാറിയതാണ്, അദ്ദേഹം മാറ്റിയതല്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അടുത്ത ടീമിൽ നിന്ന് എന്തിനാണ് ഇദ്ദേഹത്തെ മാറ്റിയത്? സിംബാബ്വെ പര്യടനത്തിൽ നിന്ന് എന്തിനാണ് പുള്ളിയെ മാറ്റിയത്? അതാണ്. മാത്രമല്ല നമ്മുടെ ഈ ടീം, ഇപ്പോഴത്തെ ടീം ഒന്ന് നോക്കുക. ഈ ടീം സത്യം പറഞ്ഞാൽ ഒരു വെറും വേസ്റ്റ് ടീമാണ് ഇപ്പോഴത്തെ ഈ ലെവൽ ഒന്ന് നോക്കി. ഇതിനകത്ത് എന്താണ് ഓൾറൗണ്ടർ എന്ന് പറഞ്ഞത്? വാഷിംഗ്ടൺ സുന്ദർ, ഈ അക്സർ പട്ടേൽ, പിന്നെ കഴിഞ്ഞ ദിവസം വന്ന് വിഷ്ണോയി എന്ന് പറഞ്ഞ കൊച്ചി ഇറക്കാൻ. വാഷിംഗ്ടൺ സുന്ദറിനെ പറ്റി പറഞ്ഞാല് പുള്ളി ചില കളികളിൽ മാത്രമേ പെർഫോം ചെയ്യുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അല്ല, ഇതിനേക്കാൾ പെർഫോം ചെയ്യുന്ന ഒരു വെളിയിൽ നിൽക്കുകയാണ്. ഹാർദിക് പാണ്ഡ്യയൊക്കെ എവിടെ പോയി ഒരു പിടിയില്ല കേട്ടോ. ഹാർദിക് പാണ്ഡ്യ എവിടെ പോയി ഒരു പിടിയില്ല. ഹാർദിക് പാണ്ഡ്യയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോച്ചിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ, അതുകൊണ്ടാണ് അയാളെ സൗരവ് ഗാംഗുലിയുടെ കാലത്ത് സൗരവ് ഗാംഗുലിയെ ക്യാപ്റ്റനെ ചോദ്യം ചെയ്യുന്നവർക്ക് പോലും അവിടെ
സുഖമായി കളിക്കാമായിരുന്നു. ഇല്ല ഇങ്ങനെ ഇപ്പൊ ഇവര് IPL പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ IPL ഏറ്റവും മികച്ച ബോളർ ഭുവനേശ്വർ കുമാർ ആയിരുന്നു. ഏറ്റവും മികച്ച ബോളർ. അയാളെ തിരിച്ചു കൊണ്ടുവരണതാണ്. അയാളെ ഏറ്റവും ഭുവനേശ്വർ സിംഗ് നമ്മൾ ഇംഗ്ലണ്ടിലും അയർലൻഡിലും ഒക്കെ ഏറ്റവും നല്ല ബോളർ പുള്ളിയാണ്. പക്ഷെ അയാളെ മാറ്റി നിർത്തിയിരിക്കുക. അതിന് പകരമാണ് ഇപ്പൊ ഈ കൊണ്ടുവന്ന ഓരോരുത്തന്മാർ അടിമേടിച്ച് പതുങ്ങുന്നത്. നേരത്തെ ഹർഷീത് റാണ എന്ന് പറയുന്ന ഒരാളല്ലാതെ വേറെ എല്ലാ വേസ്റ്റുകളാണ്. വേറെ ആർക്കും അത് എറിഞ്ഞങ്ങോട്ട് പിടിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഹർഷദീപ് സിംഗ് ഗംഭീരമായിട്ട് ബൗൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് പ്രശ്നം. എന്താണ് ഈ സഞ്ജു സാംസനെ ടോപ്പ് ഓർഡറിൽ കളിപ്പിക്കണമെന്നുള്ളത് എല്ലാവരും ഉണ്ട്. ഹർഷ ബോഗ്ലെ പറയുന്നു, പിന്നെ ഈ പറയുന്ന മുഹമ്മദ് കൈഫ്, രവിശാസ്ത്രി, എല്ലാവരും. ആകാശ് ചോപ്രയുടെ ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട്. വേൾഡ് കപ്പ് വാങ്ങിച്ചു കൊടുത്ത ആളിനെ എങ്ങനെ പുറത്താകും ഇത്ര പെട്ടെന്നുള്ളതാണ്. അതാണ്. അപ്പൊ ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവര് മൊത്തം പരീക്ഷണം. ഗംഭീറിന്റെ ഒരു പരീക്ഷണം. ഗംഭീറാണ് ഇന്ത്യയുടെ ഏറ്റവും മോശം കോച്ചാണ്. കാരണം അയാൾക്ക് ഒരു എടുത്തു പറയാൻ യാതൊന്നുമില്ല. എടുത്തു പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. ഈ T20 വേൾഡ് കപ്പ് മാത്രമേ ഉള്ളൂ. അതും ഭാഗ്യത്തിന് സഞ്ജു സാംസൺ അന്ന് ഈ 3 കളിയിൽ ഫോം ആയിരുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്തോ. ഇന്ത്യ നേരത്തെ തന്നെ പുറത്തായി. പ്രത്യേകിച്ച് ആ ഒരു നോക്കൌട്ട് മത്സരത്തിൽ കളിച്ചില്ല. അതെ, അവിടെയാണ് അതിനകത്തെ പ്രശ്നമുള്ളത്. എന്നാൽ അയാൾക്കൊരു ഇപ്പം പിന്നെ ഇവിടെ അത് മാത്രമല്ല IPL 2 സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. 2 സെഞ്ചുറി അടിച്ചു. പിന്നെ IPL ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, കൂടെ നിൽക്കുന്നവൻ കളിക്കുന്നവനല്ലായിരുന്നു. അത് കാരണം അതിന്റെ മുഴുവൻ ടെൻഷനും അയാളുടെ തലയിലേക്ക് വന്നു. അയാൾ അങ്ങനെ പെട്ടെന്ന് അയാൾക്ക് ഔട്ട് ആകേണ്ടി വന്നു. അതാണ് അത് സംഭവിച്ചത്. കൂടെ ആയുഷ് മാത്ര എന്ന് പറയുന്ന ഓപ്പണർ ആദ്യം വന്ന പയ്യനായിരുന്ന സമയത്ത് പുള്ളിക്ക് വളരെ എളുപ്പമായിരുന്നു. ഇപ്പൊ തന്നെ ഈ അയർലൻഡ് പരമ്പര തുടങ്ങുമ്പോൾ സഞ്ജുവിനെയും നമ്മുടെ യുവാവ് സൂര്യവംശയും കൂടെ തന്നെ ഓപ്പൺ ചെയ്യിപ്പിക്കാമായിരുന്നു. അത് മതിയായിരുന്നു. അത് അങ്ങനെ ജയിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസം വന്നേനെ. വ്യത്യാസം എല്ലാ കളിയും ഇന്ത്യ ജയിക്കുമായിരുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും സഞ്ജുവിനെതിരെ ഒരു വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും സഞ്ജുവിന്റെ രക്ഷയ്ക്ക് എത്തുന്നത് ഇവിടുത്തെ ഫാൻ ബേസ് ആണ്. ഫാൻ ബേസ് മാത്രം പോരാ അസോസിയേഷൻ, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അതിശക്തമായി ഇതിന് പ്രതികരിക്കുകയും ഇനിയിപ്പം ഒരു കാര്യമില്ല. ഒരു പ്ലെയർ വേൾഡ് കപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നു, പുള്ളിയെ ഇത്തരത്തിൽ അപമാനിച്ച് ഇറക്കി വിടുന്നു സഞ്ജുവിനെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അല്ല, നമുക്കറിയാമല്ലോ സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കയിൽ പോയി സെഞ്ചുറി നേടിയിട്ട് അടുത്ത കളി കളിപ്പിച്ചു. അതിനുശേഷം ഏകദിനം കളിപ്പിച്ചിട്ടേ ഇല്ല. മേലാൽ ഈ വഴി വന്നേക്കാം. ഏകദിനത്തിലെ അവസാനം സെഞ്ചുറി അടിച്ചിട്ട് പിന്നെ ഏകദിനം കളിച്ചിട്ടില്ല. നമ്മൾക്കിപ്പോ ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാർ ഇന്ത്യക്ക് ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ പറയാം, ഇപ്പൊ അതിനകത്തുള്ളത് ഒന്ന് ശുഭമാൻ ഗിൽ, ഒന്ന് സഞ്ജു സാംസൺ, ഒന്ന് ഈ ശ്രേയസ് അയ്യർ. ഇപ്പോഴും നമ്മൾ നല്ല ഷോട്ട് കാണുന്ന വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് കാണണം, അല്ലേ? ഈ ശ്രേയസ് അയ്യർ നല്ല മനോഹര കവിത പോലെ ബാറ്റ് ചെയ്യുന്നതാണ്. അതുമല്ല, ഇപ്പൊ നമ്മള് ഈ മാസ്റ്റേഴ്സ് ക്രിക്കറ്റിലൊക്കെ സച്ചിൻ തെണ്ടുൽക്കർ അടിക്കുന്ന ഷോട്ട് ഇവർക്കൊന്നും കളിക്കാൻ പറ്റില്ല. ഈ ഷോട്ട് ഇപ്പൊ വേണ്ടല്ലോ. ക്രിക്കറ്റിന്റെ ഈ 2020 വന്നവിടെ ക്രിക്കറ്റിൽ ഷോട്ടുകൾക്ക് ഒരു പ്രാധാന്യമില്ല. എത്രത്തോളം ആരോഗ്യമുണ്ട്, എത്രത്തോളം അടിച്ച് വെളിയിൽ കളയാൻ പറ്റും, അതിന് ആ ഷോട്ടിന്റെ ഭംഗിയോ ഇപ്പൊ കവർ ഡ്രൈവോ പുഷോ പുള്ളോ ഇതിനകത്തൊന്നും എന്തിനാ പറയുന്നത്? ഏറ്റവും മനോഹരം എന്താ, ഒരു നല്ല ബോളിനെ ഡിഫൻസ് ചെയ്തിടുന്നതല്ലേ ഏറ്റവും മനോഹരമായ ഷോട്ട്. ഒരു അത്ര ഈ അർഹിക്കുന്ന ഒരു ബോൾ, നല്ലൊരു ബോൾ വരുന്നു, ആ ബോളിനെ നല്ലപോലെ സ്ട്രൈറ്റ് ബാറ്റ് വെച്ച് ഡിഫെൻഡ് ചെയ്തിടുന്ന ആ ഒരു ഭംഗി പോലും നമുക്കില്ല. ഇപ്പൊ കവർ ഡ്രൈവ് ആണെങ്കിൽ സഞ്ജുവിന്റെ ഒക്കെ എന്ത് രസമാണ്. സഞ്ജു ഒക്കെ ഈ വരച്ചു വിടുന്ന പോലല്ലേ ബൗണ്ടറി അടിക്കുന്നത്. ഈ ശുഭമാങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് ബാറ്റ് ചെയ്യുന്നത്. സത്യത്തിൽ ടെക്നിക്കലി പെർഫെക്റ്റഡ് ബാറ്റ്സ്മാൻ ആണ് ഇവർ 3 പേരും. ഇവരും പക്ഷെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ വലിയ അടികൾക്കിടയിൽ ഇപ്പൊ എന്ത് ടെക്നിക്കൽ പെർഫെക്ഷൻ ആണ് ഈ വൈഭവ് സൂര്യവംശിക്കുള്ളത്? ഒന്നുമില്ല, കാടൻ അടിയാണ് അടിക്കുന്നത്. ഇപ്പം ഗില്ലടിക്കുന്ന, പിന്നെ നേരത്തെ പഴയ ഗെയിൽ അടിക്കുന്ന കണ്ടിട്ടില്ലേ? ഗെയിൽ അടിക്കുന്നതിനകത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യമാണ് അതിനകത്ത് മികച്ചിരിക്കുന്നത്. അയാൾ ബാറ്റും പിടിച്ച് പാടും കെട്ടി അവിടെ ഇറങ്ങി നിന്നാൽ പിന്നെ സ്റ്റമ്പും കാണില്ല, പുറകെ നിൽക്കുന്ന ആളെയും കാണില്ല, ആരെയും കാണില്ല. ഇയാളുടെ മുമ്പിലോട്ട് എതിലേലും ബോൾ. ഇതിലൊരു പ്രധാന സാധനം കാഴ്ചയാണ്, പന്ത് കാണുക എന്നുള്ളത്, ടൈമിങ്. അതെ, സൂര്യവംശിക്ക് പ്രായം കുറവാണ്, അപ്പൊ പന്ത് നന്നായി കാണാൻ ഭയങ്കര ടൈമിങ്ങിന്റെ കാര്യം കാഴ്ചയാണ്. അതെ, അതാണ് അയാളെ. അത് കഴിഞ്ഞ ദിവസം തന്നെ അയാള് 2 6 അടിച്ചെങ്കിൽ പോലും ആർച്ചറൊക്കെ അടിച്ച് 6 കണ്ടു കഴിഞ്ഞാണല്ലോ. അത് ആർച്ചറെ പോലെ ലോകോത്തര ബോളറെ ആദ്യ വൈഭവ് സൂര്യവംശി എന്ന് പറഞ്ഞ ഒരു പ്രതിഭ തന്നെയാണ്. സച്ചിന് ശേഷം ഇന്ത്യ കണ്ട ഒരു ഏറ്റവും വലിയ പ്രതിഭ തന്നെയാണ്. പക്ഷെ ആ പ്രതിഭയ്ക്ക് വേണ്ടി സഞ്ജു എന്ന് പറയുന്ന താരത്തെ ബലിയാടാക്കുന്നതിലാണ് പ്രശ്നം. എന്തായാലും സഞ്ജു സാംസൺ യുഗം അവസാനിച്ചു എന്നാണ് മാധ്യമങ്ങളെല്ലാം എഴുതുന്നത്. അത് അങ്ങനെ ആയി തീരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല, അതിന് ഇനിയൊരു വേദിയുണ്ട് IPL. അതെ, അവിടെ നിന്ന് അദ്ദേഹം ഫോം തെളിയിച്ച് വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ.